ജീവിക്കുമായിരുന്നല്ലേ ലൈഫിൽ കിടന്നിട്ട് ഇങ്ങനെ. എൻ്റെ നെഞ്ച് പടയ്ക്കും ഇതൊക്കെ കണ്ടിട്ട്. ഇതിൻ്റെ താഴെ വന്നൊരു കമൻ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത്. ഏതോ ഒരു എന്തോ സാം ജോഡോ ഓസ്കാർ എന്നും പറഞ്ഞിട്ടുള്ള രീതി 3 ആഴ്ച മുമ്പ്. എൻ്റെ പൊന്നോ. ഓക്കെ, ഇന്നലെ ഞാൻ ഈ ഒരു വിഷയത്തിൽ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ നിന്നിട്ട് ഒരു രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു എന്താ പറയണ്ടേ, ഒരു 2 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓരോന്ന് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം പുള്ളി പ്ലാൻ ചെയ്തിട്ട് തന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് തീർത്തേക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ. ഓക്കെ, അപ്പം ചേച്ചിയുടെ ലൈവിൽ ചേച്ചി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്, 4 വർഷമായിട്ട് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്നൊക്കെയാണ് ലൈവിൽ പറഞ്ഞത്. ആ ലൈവ് അങ്ങ് മുക്കി. അത് നമ്മുടെ നീലക്കുയിലെടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്ത്. നീലക്കുയിലെടുത്ത് എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. 24/7 ഈ പറയുന്ന നീലക്കുയിൽ വീഡിയോ തൂക്കിക്കൊണ്ട് നടക്കുന്നവന്മാർ ഒരു ഫോൺ എടുക്കുക. ഈ നടക്കുന്നവന്മാർ ഇവിടെ ലൈവ് എന്തായാലും കയറി കാണില്ല. അപ്പോൾ ഉറപ്പാണ് ഇവിടെ ലൈവ് കണ്ട ചില ആൾക്കാർ, പ്രധാനപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അവരോട് പറഞ്ഞു കാണും, അവരായിരിക്കാം ഒരു പക്ഷേ ഇത് നീലക്കുയിലിനെ കൊണ്ട് ഇടിയിപ്പിച്ചത്. ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. കാരണം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഉറപ്പാണത്. അതെടുത്തുകൊണ്ട് പോയി റിയാക്ട് ചെയ്തു. അപ്പോൾ ഓരോ ആൾക്കാർ പഴയതും പുതിയതും ഒക്കെ തപ്പി കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായ നല്ല രീതി. ഞാൻ അറിഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബിഗ് ബോസ് സീസൺ 3 സമയത്ത് അവർ ബിഗ് ബോസ് വരുന്നു, പക്ഷെ അത്യാവശ്യം അവർ സെറ്റ് ആവുന്നു, മീൻസ് ഫെയിം കിട്ടുന്നുണ്ട്. സീസൺ 4 ആയ സമയത്ത് അവരെന്താ ചെയ്തതെന്ന് അറിയാം നിങ്ങൾക്ക്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ സമയത്ത് ഈ പറയുന്ന റോബിൻ്റെയൊക്കെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവർ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി റോബിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോബിനെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യക്തിയുടെ സ്ഥലങ്ങളിൽ പോയി ഇവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഈ ഭാര്യയും ഭർത്താവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കൂ, യൂട്യൂബിൽ എന്തിനാണ് അവർ വീഡിയോ ഇടുന്ന പൈസയ്ക്ക് വേണ്ടി? അപ്പം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ ആ സമയത്ത് അവർ ഈ യൂട്യൂബായിട്ട് ഓരോ സ്ഥലത്ത് വണ്ടിയൊക്കെ ആയിട്ട് രണ്ടും കൂടെ പോകുന്ന വ്ലോഗ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, ആ ചേച്ചി ഒറ്റയടിക്ക് ഇപ്പോൾ വന്നിട്ടൊരു ഓടി കാറൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെ ഇതിൻ്റെ പൈസ വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സീരിയൽ അഭിനയിച്ചാൽ വരുമോ? പൈസ കിട്ടും. പിന്നെ ഒരു ആഡ് അഭിനയിച്ചാൽ എത്ര രൂപ കിട്ടും? ഇതൊക്കെ വെച്ചിട്ട് ഒരു കാർ എടുക്കാൻ പറ്റുമോ? ബുദ്ധിയുള്ളവർക്ക് അത് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞില്ല, അന്ന് ബിഗ് ബോസ് സമയത്ത് റോബിൻ്റെ സീസൺ 4 ആണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ ഇവർ ഏത് ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പച്ചവെള്ളം കുടിക്കുന്നവന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം അന്ന് ലൈവിൽ വന്ന് പറഞ്ഞതും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്നലെ ചേച്ചി വന്ന് വെളുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും പൂക്കുട്ടിക്ക് വൈഫ് ഫാമിലിയൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും അയാൾക്ക് ഇനി വന്നിട്ട് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അയാൾ എന്തെടുക്കും? നൈസായിട്ട് ഒഴിയാൻ നോക്കുവാണെങ്കിൽ, താൻ എന്നെ വിട്ടു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര കോടികൾ ചോദിക്കാം. 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 10 ആവാം. പൂക്കുട്ടിക്ക് കൊടുത്തേ പറ്റൂ. കാരണം ഓസ്കാറൊക്കെ കിട്ടിയെന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിയുടെ റേഞ്ച് എന്താണ്. അങ്ങനൊരു വ്യക്തിയുടെ ഇമേജ് ഒരു പെണ്ണ് കാരണം ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ കളി എന്താണ്. ഇപ്പോൾ പുള്ളിക്കാരി ആ വ്യക്തിനെ സേഫ് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരുടെ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്, 100% ഉറപ്പാണ്. എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ ഡാനി പറയുന്നത് ചോദിച്ചാൽ കുറച്ചൊക്കെ അറിഞ്ഞെന്ന് കൂട്ടിയാൽ മതി. എന്തായാലും ചേച്ചിയുടെ നമുക്ക് കാർ ഒന്ന് കണ്ടിട്ട് വരാം.
മാഷാഅല്ലാ എല്ലാം അടിപൊളിയായിട്ട് വന്നു. പള്ളിയിലെ യേശുവിനെ ആയാലും അള്ളാഹിനെ ആയാലും ദൈവങ്ങളായാലും ഇവരെ ആരെയും കൊണ്ട് കാണിക്കാൻ പറ്റില്ല എനിക്കതാ. പൂക്കുട്ടിയെ കാണിച്ചാ പോരെ, പൂക്കുട്ടിയെ കാണിച്ചാ പോരെ, പൂക്കുട്ടിയെ കാണിച്ച് പൂത്തിരിയൊക്കെ വിട്ടത് ഞങ്ങളെ കണ്ട്, അത് പോരെ ചേച്ചി. ഓമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 5 വർഷം കൊണ്ട് ഒരാൾക്ക് ഇത്ര വളരാൻ പറ്റുമോ? ചിന്തിക്ക്. ഈ സിനിമ ഇൻഡസ്ട്രിയിലും ഒക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ ആ പാടെ ഒരു സീരിയലിൽ മാത്രം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് കുറച്ച് ആഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് മാത്രം അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പിരിയുന്ന ഒരു ഡിവോഴ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അത് ഈ സോഷ്യൽ മീഡിയ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാനൊന്നും പോയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരിയിടുന്ന പരിപാടിയൊന്നും അവർ ചെയ്തിട്ടുമില്ല. സാധാരണ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും വേണമെങ്കിൽ കിട്ടിയാണ് യൂട്യൂബിൽ കൂടെ ഇട്ടായിരുന്നെങ്കിൽ. ഒരു മാസത്തിന്റെ കാര്യമാണ് പറയുന്നത്. മീൻസ് സാധാരണ ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന അമ്മമാർക്ക് 10-30 ഒക്കെ കിട്ടി. ഇവരൊക്കെ ഇട്ട ചിലപ്പോൾ ഒരു 50 ലക്ഷം കിട്ടുമായിരിക്കും. പക്ഷെ ഇത്രയും രൂപയുടെ ഒരു കാറ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. വന്ന വഴി ഇപ്പോഴല്ലേ പുറിஞ்சു പോച്ച്. ഞാനൊരു കാര്യം പറയാം. 4 വർഷം കൊണ്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവർ ഡിവോഴ്സ് ആയിട്ട് 2 വർഷമേ ഉള്ളൂ. ഫിറോസിനെ ചെയ്തത് ഏറ്റവും വലിയ ചതിയെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഫിറോസിന്റെ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് ആദ്യം തൃശ്ശൂർ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അതിനെ ചതിച്ചിട്ടാണ് ഇതിനെ വന്നത്. അതിന്റെ കർമ്മഫലം അത് ഓക്കെ കിട്ടി. ചേച്ചിയും നേരത്തെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ഫിറോസിന്റെ കൂട്ടുകാരനാന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ എല്ലാം സത്യം പറഞ്ഞാൽ കണക്കാ, എല്ലാം കണക്കാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറൊരുത്തൻ്റെ അടുത്ത് ചാടി ഇപ്പുറത്ത് വന്ന് ഇപ്പുറത്തും അപ്പുറത്ത് ചാടി പോകുന്നൊക്കെ മുൻകൂട്ടി ഇതൊക്കെ കാണണ്ടേ മാഷേ? രണ്ടും കണക്കായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായം. ഫിറോസിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അയാളുള്ള സമയത്ത് ഈ പറയുന്ന പൂക്കുറ്റിയെ എടുത്തും പൂത്തിരി വിടാനൊക്കെ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആരുടെ ഭാഗത്താണ് തെറ്റുന്നത്? ഇവരുടെ ഭാഗത്താണ്. ഇപ്പോൾ ഇവര് അവരുടെ ലൈവ് ഞാൻ കഴിഞ്ഞ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ വ്യക്തിനെ നല്ല രീതിയിൽ വെളുപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഉറപ്പാണ്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്താൻ ചാൻസ് കൂടുതലാണ്. ഉറപ്പാണ്, ഈ വ്യക്തി നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തും, ഉറപ്പാണ്. അതിന് ചിലപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം, 10 കോടി വരെ ചിലപ്പം ചോദിച്ചാൽ കൊടുത്തല്ലേ പറ്റൂ. അഭിമാനം അല്ലേ വലുത്. ആദ്യം പോകണമെന്ന് ആഗ്രഹം. അത് നാളെ രാവിലെ ആവട്ടെ. ഇന്ന് രാത്രിയില്ല, ഞങ്ങളിപ്പം വന്നിരിക്കുന്ന റിസോർട്ടിൽ, അടുത്ത റിസോർട്ടിലോട്ട് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. അവിടെ കുറച്ച് പേര് സ്റ്റേ. ഇനി ഞങ്ങളൊരു വേറൊരു റിസോർട്ടിലോട്ട് വന്നേക്കും. പേരെന്താന്ന് പറഞ്ഞാൽ ആദിശക്തി റിസോർട്ടിലോട്ട് വന്നേക്കുന്നത്. പിന്നെ അണ്ണം പറയും കേക്ക്. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടലാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷെ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാൻ അങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാവത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല 1-ാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അത് മുന്നേ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ കർമ്മ എന്നോ ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. ഓക്കെ, ഇതിനെ ഒറ്റ സ്ട്രെച്ചിലങ്ങ് വെച്ചതായിട്ടോ. പുള്ളി അങ്ങ് തകർക്കട്ടെ. ഈ ഒരു കാര്യത്തിൽ പുള്ളിയുടെ ഭാഗത്താണ് ന്യായം എന്നാണ് എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ചേച്ചി ആൾ കൊള്ളാം, നല്ലതാ. ബൈ ഗൈസ്, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊക്കെ കാരണം ഈ കൊച്ചു കേരളത്തിൽ.